തിരികെ വാർത്തയിലേക്ക്. വയനാടിനായി 530 കോടി രൂപ നൽകിയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. NDRF വഴിയാണ് 215 കോടി രൂപ നൽകിയത്. അധിക സഹായം മാനദണ്ഡങ്ങൾ അനുസരിച്ച് നൽകും. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയെന്നും അമിത്ഷാ പറഞ്ഞു. जिनके समय से 3 गुना पैसा हमने राज्यों को और केंद्र की निधि से दिया है, आप लोग फरियाद करें। अरे भैया, बोलने से पहले आपके समय का तो जरा स्टडी करो। आप करो न करो, आईने के सामने खड़े रहेंगे तो चेहरा. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, കേരളത്തിലെ എംപിമാരുടെ ചോദ്യത്തിനാണോ മറുപടി നൽകിയിരിക്കുന്നത്? ഈ 530 കോടി അത് ഏതൊക്കെ വഴിയാണ് ലഭ്യമായത് എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത്? പ്രതീക്ഷ, ദേശീയ ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്ക് മറുപടി പറയുകയാണ്. വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിയത്. 530 കോടി രൂപ നൽകിയിട്ടുണ്ട്. ദുരന്തമുണ്ടായപ്പോൾ തന്നെ NDRF വഴി 215 കോടി രൂപ നൽകി. മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 36 കോടി രൂപ നൽകിയിട്ടുണ്ട്. തുടങ്ങി വിവിധ കണക്കുകളാണ് ധനമന്ത്രി ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 153 കോടി രൂപ നൽകി. 36 കോടി രൂപ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി. മാത്രമല്ല, വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത്. 2019 ഫ്ലഡ് പ്രളയമുണ്ടായപ്പോഴും കേന്ദ്രം സഹായിച്ചിരുന്നു. കേരളത്തിലുള്ള ജനങ്ങളും ഇന്ത്യൻ പൗരന്മാരായിട്ടാണ് സർക്കാർ കാണുന്നത്, കേന്ദ്ര സർക്കാർ കാണുന്നത്. എല്ലാ സംസ്ഥാനത്തുള്ളവർക്കും തുല്യമായിട്ടാണ് ഞങ്ങൾ പരിഗണന നൽകുന്നതെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തു. ദുരന്ത നിവാരണ നിയമ ഭേദഗതി അല്പസമയം മുമ്പ് രാജ്യസഭ പാസാക്കി. നേരത്തെ ലോക്സഭ പാസാക്കിയ ബില്ലാണിത്. ശരി, പി ബസന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.